ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനാണ് ഈ പർപ്പിളിൽ നിന്നാണ് ഈ 2 പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെനിക്ക് കൈ കിട്ടി. അപ്പോൾ അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആക്ച്വലി 2 പ്രൊഡക്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണമാണ് എനിക്കിപ്പോൾ കൈ കിട്ടിയുള്ളൂ. അപ്പം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ എങ്ങനെയുണ്ടെന്ന്. ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് അത് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. കുറച്ച് റിവ്യൂ ഒക്കെ കണ്ട് നല്ലതെന്ന് കണ്ടതുകൊണ്ട് ഓർഡർ ചെയ്തതാണ്. കുറച്ച് വെട്ടത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അപ്പോൾ ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. അങ്ങനെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്തിട്ട് കൈ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അത് ഭയങ്കര കെയർഫുള്ളായിട്ട് പൊളിക്കാനുള്ള ഒരു ക്ഷമയൊന്നുമില്ല. കുറച്ചൊരു വെട്ടത്തിൻ്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാണെന്ന്. ഇത് നമ്മുടെ ഫോക്സ് ടാലി എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെയാണ്. ഇങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത് റീഫ്രഷിങ് ഫേസ് വാഷാണ്. ഞാൻ കുറച്ച് റിവ്യൂ ഒക്കെ കണ്ടപ്പോൾ എല്ലാവരും തന്നെ പർപ്പിളിൽ നല്ലൊരു റിവ്യൂ കൊടുത്തേക്കുന്ന ഒരു ഫേസ് വാഷായിരുന്നു കേട്ടോ. പിന്നെ ഫേസ് വാഷ് ഓൾറെഡി ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതൊരെണ്ണം മേടിച്ച് നോക്കാം, നല്ലതാണോ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഫോക്സ് ടാലി എന്നാന്ന് തോന്നുന്നു കേട്ടോ, അങ്ങനെയാണെന്ന് തോന്നുന്നു പ്രൊനൗൺസ് ചെയ്യുന്നത്. അതെനിക്ക് അത്ര കറക്റ്റായിട്ട് എന്താണെന്ന് പിടുത്തം കിട്ടിയില്ല. എനിക്ക് പാക്കേജിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഈ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു പ്രത്യേക ഭംഗി, ആ ഒരു ഗ്രീൻ കളറ്. കൂടുതലും ഞാൻ അങ്ങനെ നോക്കി സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് കേട്ടോ. പാക്കേജിൻ്റെ ക്യൂട്ട്നെസ്സൊക്കെ നോക്കിയിട്ട് മേടിക്കാറുണ്ട്. നല്ല ഡള്ളായിട്ടിരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട് കേട്ടോ. പാക്കേജിങ് ഒക്കെ കണ്ടിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള പാക്കേജിങ് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ മേടിക്കാറുണ്ട്. ഇപ്പോൾ ഒത്തിരി കുറഞ്ഞിട്ട് ഓൺലൈനിൽ പ്രൊഡക്റ്റ് വാങ്ങിക്കലൊക്കെ. നേരത്തെ തന്നെയായിരുന്നു എനിക്ക് പരിപാടി. ഓൺലൈനിൽ എന്തെങ്കിലും കാണും, മേടിക്കും. ഓക്കെ ഉണ്ട്. അതിൻ്റെ ഒരു ജെല്ല് പോലത്തെ ഒരു ഫേസ് വാഷാണ് കേട്ടോ. അങ്ങനത്തെ ഒരു കളയുന്നില്ല. ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് പറയാം കേട്ടോ എങ്ങനെയുണ്ടെന്നൊക്കെ. റീഫ്രഷിങ് ഫേസ് വാഷ് നിയാസിനമൈഡും ഒക്കെ ഉള്ളതാട്ടോ. ഓൾ സ്കിൻ ടൈപ്പിന് പറ്റുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഞാൻ എന്തായാലും യൂസ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും കൊള്ളാമെങ്കിൽ നിങ്ങളുമായിട്ടും കൂടെ ഷെയർ ചെയ്യാം. അതിന് മുന്നേ ആരോടും മേടിക്കാനൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പ്രൊഡക്റ്റും സെയിം ബ്രാൻഡിൻ്റെ തന്നെയാണ് കേട്ടോ. ഇതും ഈ ബോട്ടിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതൊരു ബ്രൈറ്റനിങ് ബോഡി ലോഷൻ SPF 30 ഉള്ളതാണ് കേട്ടോ. ഇതും ഒത്തിരി റിവ്യൂ കണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. നോൺ സ്റ്റിക്കിയാണ്, അതുപോലെ തന്നെ പെട്ടെന്ന് അബ്സോർബ് ആകും, ഡൾ സ്കിന്നൊക്കെ മാറ്റി നല്ലൊരു റീഫ്രഷ്മെൻറ്റ് കിട്ടും എന്നൊക്കെയാണ് ഇതിനകത്ത് അവർ കൊടുത്തേക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, ഇവർ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് യൂസ് ചെയ്താലല്ലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. SPF കൂടി ഉള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ കണ്ടാണ് ഞാൻ മേടിച്ചത്. ലോങ് ലാസ്റ്റിങ് ഫ്ലോറൽ ഫ്രാഗ്രൻസ് ഒക്കെ കേട്ടോ. പക്ഷെ ഇതിനകത്ത് പിന്നെ മെൻഷൻ ചെയ്തിട്ടില്ല SPF എന്ന്. അങ്ങനെ കണ്ടതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത് ആക്ച്വലി. ഓക്കെ, നമുക്ക് നോക്കാം എന്തായാലും. ഇതിൻ്റെ ബോട്ടിൽ കാണാൻ ഒരു പ്രത്യേക ഭംഗി ഇല്ലേ, നല്ല രസമുണ്ട് ആ ഒരു പാക്കേജ്, ക്യൂട്ട് പാക്കേജ്. ഇതെങ്ങനെ അടയോ, ഇതിൻ്റെ പ്രവർത്തനം. ഓക്കെ, ഇതിങ്ങനെ തിരിക്കുമ്പോഴത്തേനും ഇതായിട്ട് വരും കേട്ടോ. സ്മെല്ലൊന്ന് നോക്കാം. ഓക്കെ, നല്ല മണമുണ്ട് കേട്ടോ. ഇങ്ങനത്തെ എന്നൊരു പ്യുവർ വൈറ്റും അല്ല ക്രീമും അല്ല, അങ്ങനെ ഒരു നല്ല സ്മെല്ലുണ്ട് കേട്ടോ. നോക്കാം എങ്ങനെയുണ്ടെന്ന്. പിന്നെ ഫേസ് നല്ല ഓയിലി, അതുപോലെ തന്നെ എൻ്റെ ബോഡി ഭയങ്കര ഡ്രൈ ആട്ടോ. അങ്ങനെ ഒരു ഇതാണ് എനിക്ക്. അപ്പോൾ നമുക്ക് നോക്കാം നമ്മളെന്തായാലും. പക്ഷെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കാണെങ്കിൽ ഈ 2 പ്രൊഡക്റ്റും ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ. അപ്പോൾ എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. 2 പുതിയ പ്രൊഡക്റ്റ് ആകുമ്പോൾ നമുക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടുമല്ലോ, അതുകൊണ്ടാട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സോറി, അപ്പോൾ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് വീണ്ടും വന്നത്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു SPF 30 ഉണ്ടെന്ന് കണ്ടുകൊണ്ട് വാങ്ങിച്ചു. ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയായിരുന്നു. ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. SPF 30 ഉണ്ടെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അത് ഞാൻ ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് റോങ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷനായി പോവില്ലേ. അതുകൊണ്ട് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് SPF 30 ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ SPF ഉള്ള നല്ലൊരു ബോഡി ലോഷൻ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പം ഒത്തിരി റിവ്യൂ, പർപ്പിളിലൊക്കെ നല്ല റിവ്യൂ ഉള്ളൊരു പ്രൊഡക്റ്റ് ആട്ടോ. ഇപ്പം ഞാൻ തേച്ചിട്ട് ഒരു ഓയിലി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ, നല്ല സ്മെല്ലും ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും യൂസ് ചെയ്ത് നോക്കിയിട്ട് പറയാവേ. അപ്പം വൺസ് അഗൈൻ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.